ഹനോയ് എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ 8ന്റെ പണീനെ പറ്റിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ. ട്രിപ്പൊക്കെ കഴിഞ്ഞ് നാട്ടിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കുപ്പി കൊണ്ടുപോകണ ഒരു ചടങ്ങുണ്ടല്ലോ. അങ്ങനെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടി ഞങ്ങളും വാങ്ങി കുപ്പി. 4 ബോട്ടിലാണ് ഞങ്ങൾ വാങ്ങിയത്. ഈ കാണുന്ന മഞ്ഞപ്പെട്ടി ഞങ്ങൾ എക്സ്ട്രാ ബാഗേജ് ആഡ് ചെയ്തതാണ് കേട്ടോ. പാക്ക് ചെയ്യണ വെപ്രാളത്തിൽ 2 എണ്ണം മഞ്ഞയിൽ കൊടുത്ത് ചെക്കിനിൽ വിട്ടു. ബാക്കി 2 എണ്ണം ഞങ്ങൾ ക്യാബിൻ ബാഗേജിൽ ആണ് വെച്ചത് ഗൈസ്. സെക്യൂരിറ്റി ചെക്കിൻ കടന്ന് ഞങ്ങളുടെ കുപ്പി പോയില്ല. 2 എണ്ണം മാറ്റി അങ്ങോട്ട് വെച്ചു. ബോർഡിങ് തുടങ്ങാൻ ടൈമുമായി. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കി ആ ഓഫീസറുടെ കയ്യും കാലും പിടിക്കാൻ നിന്നു. പണ്ട് സിംഗപ്പൂർ പോയപ്പോൾ ഹാൻഡ് ബാഗിൽ ഉണ്ടായിരുന്ന സ്പ്രേ ബോട്ടിൽ വേസ്റ്റ് ഹോട്ടലിലേക്ക് ഇട്ട സീനാണ് എനിക്ക് ഓർമ്മ വന്നത്. അതിനുശേഷം ഒരിക്കലും ഞാൻ ഹാൻഡ് ബാഗിൽ സ്പ്രേ ബോട്ടിൽ വെക്കാറില്ല. പകരം 2 ലിറ്ററിന്റെ ബോട്ടിലാണ് വെച്ചത്. എന്ത് പറഞ്ഞാലും സമ്മതിക്കണില്ല. ആദ്യം തൊട്ട് നിങ്ങൾ ചെക്ക് ഇൻ ചെയ്യണം എന്നാണ് അവര് പറയണത്. അവസാനം അവിടുത്തെ ഒരു സ്റ്റാഫ് വന്നിട്ട് വിഷ്ണുവേട്ടനെ കൂട്ടിപ്പോയി. അവിടെ എത്തിയപ്പോഴാണെങ്കിലോ ചെക്കിനിലിട്ട മഞ്ഞ ബാഗ് ഓൾറെഡി പോയി. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 4 kg ഞങ്ങളുടെ കയ്യിലുണ്ട്. വേറൊരു ബാഗ് ചെക്ക് ഇൻ ചെയ്യാന്നുള്ളതാണ്. ഒന്നും നോക്കിയില്ല, കുപ്പി ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന ബ്ലാക്ക് പെട്ടി അങ്ങോട്ട് കൊടുത്തു. തൂക്കി നോക്കിയപ്പോൾ 6 കിലോ. നടപടിയാവണ കേസല്ലെന്ന് മനസ്സിലായി. പക്ഷേ കുപ്പിയോടെ ഇട്ട് പോരാൻ തോന്നിയില്ല. ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല. നിലത്തിരുന്നിട്ട് പെട്ടി തുറന്നിട്ട് തുണികളൊക്കെ കൈ പിടിച്ചിട്ട് ആരോ കളയാൻ കൊണ്ടുപോയ ഒരു കവർ കൈ കാട്ടി അങ്ങോട്ട് വാങ്ങി. ഭാണ്ഡക്കെട്ട് പോലെ അതിൽ കുത്തി നിറച്ച് ബാക്കി അലൻസൊള്ളി ബാഗൊക്കെ പ്രസവിക്കാനായ പോലെ ആക്കിയിട്ട് ആ ഒരു എയർപോർട്ട് ഫുൾ നിരങ്ങി നടന്നു ഞങ്ങൾ. കുഴങ്ങിയില്ലേ? ഇതുപോലെ നിങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണം.